ഓരോ മാഗ്നറ്റിൻ്റെയും, അതായത് പാരാമാഗ്നറ്റിൻ്റെയും ഡയാമാഗ്നറ്റിൻ്റെയും ഫെറോ മാഗ്നറ്റിൻ്റെയും ഒക്കെ പ്രോപ്പർട്ടീസ് വളരെ തറോ ആയിരിക്കണം. അത് റിലേറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മളുടെ KICB വർക്കറിൻ്റെ എക്സാമൊക്കെ വന്നു അല്ലേ? സെപ്റ്റംബർ 13-നാണ്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസാണ്. അപ്പോൾ ഇന്ന് 3rd മൊഡ്യൂളിലെ റിവിഷനാണ്. MCQ 3rd സീരീസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3rd മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മാഗ്നറ്റിസം അല്ലേ? മാഗ്നറ്റിസവും അതുപോലെ എന്താണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് മാഗ്നറ്റിക്സ് പ്രോപ്പർട്ടി എന്നുള്ള ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തുമായിട്ട് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് യൂണിറ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ടെസ്ല, ഗോസ്, കാൻഡില, ആംപിയർ പെർ മീറ്റർ. അപ്പോൾ ഏതായിരിക്കും? എന്താ ചോദിച്ചത്? നോട്ട് എ യൂണിറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഏതിൻ്റെ? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? നമുക്കറിയാം ആംപിയർ പെർ മീറ്റർ ആണ് എന്ത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ അടുത്തത് നോക്കിയേ, ടെസ്ല എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാ? ടെസ്ല എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാ? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. ടെസ്ല എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അതിൻ്റെ യൂണിറ്റ് ആണ്. ഗോസ് എന്ന് പറയുന്നതും എന്തിൻ്റെ യൂണിറ്റ് തന്നെയാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ചോദിച്ചിട്ടുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ് അല്ലേ? നമുക്കറിയാം B = μH എന്നാണ് ഫോർമുല. അതായത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ അതിൽ കൺസിഡർ ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് എന്താ ടെസ്ലയും ഗോസിനെയും ഒക്കെ എടുക്കാം. പക്ഷേ ടെസ്ലയും ഗോസൊക്കെ എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതായത് നമ്മളുടെ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി. അല്ലെങ്കിൽ എന്താണ് ഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? CGS യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെയൊക്കെ യൂണിറ്റ് ആണ്. പക്ഷേ കാൻഡില നോക്കിയേ, കാൻഡില എന്ന് പറയുന്നത് ആരാണ്? കാൻഡില എന്ന് പറയുന്ന എൻറ്റയർലി റിലേറ്റഡ് ടു എന്താണ്? ഇലൂമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ് കാൻഡില അല്ലേ? ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ആര്? കാൻഡില എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാഗ്നറ്റിക് ടേംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണോ ഈ ഒരു ഓപ്ഷനിൽ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? ഓപ്ഷൻ C ചൂസ് ചെയ്യാം. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ ഏതാണ്? ഇതിൽ കാൻഡിലയാണ്. കാൻഡില എന്തിൻ്റെ യൂണിറ്റ് ആണ്? നമ്മൾ ഇലുമിനേഷൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു LIC, ലൂമിനസ് ഇൻറ്റൻസിറ്റിൻ്റെ യൂണിറ്റ്. LI ലൂമിനസ് ഇൻറ്റൻസിറ്റിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? കാൻഡിലയാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ആണ് കാൻഡില എന്ന് പറയുന്നത്. അതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്? അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ 3 ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് പഠിച്ചു അല്ലേ? ഫെറോ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ ഏതാണ് ഇതിനകത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? കറക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലേതോ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? ഏതോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരിക്കും ചിലപ്പോൾ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇതിലെ കറക്റ്റ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് എന്താ പറയുന്നത്? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് എന്നാണ്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. കറക്റ്റ് ആണോ? ഫെറോ മാഗ്നറ്റിക് ആരൊക്കെയാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്? നമ്മുടെ അയോൺ, കൊബോൾട്ട് പോലെയുള്ള മെറ്റീരിയൽ അല്ലേ? അതൊക്കെ എന്താ? സ്ട്രോങ്ലി. അയോൺ എങ്ങനെയാ? സ്ട്രോങ്ലി അട്രാക്റ്റഡ് അല്ലേ? അപ്പോൾ നോക്കിയേ, ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് നോക്കൂ, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാ ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? നിങ്ങൾ എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരൊക്കെയായിരുന്നു ഈ അലുമിനിയം എന്താ ഒരു എക്സാമ്പിൾ ഓഫ് എന്താണ്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് സ്ലൈറ്റ്ലി റിപ്പൽഡ് ആണോ? മാഗ്നറ്റ് അല്ല. അതെന്താണ് അവിടെ വരുന്നത്? സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്ലൈറ്റ്ലി റിപ്പൽഡ് വരുമോ? ഇല്ല. ആ സ്റ്റേറ്റ്മെന്റ് അവിടെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് വൺ.
നെക്സ്റ്റ് നോക്കിയേ, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. ആരൊക്കെയാ ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ? വാട്ടർ, ബിസ്മത്ത് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളുടെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ് അല്ലേ? അപ്പൊ എന്താ വരുന്നത്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ് ആണോ? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അട്രാക്റ്റഡ് ആണോ ചെയ്യുന്നത്? അല്ല. അതെന്താ വരുന്നത്? അത് റിപ്പൽഡ് ആണ് അല്ലെ? കറക്റ്റ് ആൻസർ എന്താണ്? റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2ഉം 3യും എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1 ആണ്. അപ്പോൾ നോക്കിയേ, ഓപ്ഷൻ എ, ബി, സി, ഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ, അതായത് സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ സി ആണ്, ഓൺലി 1. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് പഠിക്കണം? ഓരോ മാഗ്നറ്റിൻ്റെയും, അതായത് പാരാമാഗ്നറ്റിൻ്റെയും ഡയാമാഗ്നറ്റിൻ്റെയും ഫെറോ മാഗ്നറ്റിൻ്റെയും ഒക്കെ പ്രോപ്പർട്ടീസ് വളരെ തറോ ആയിരിക്കണം. അത് റിലേറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ റിലേറ്റഡ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരാം. ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാം. നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിച്ച് പോകേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. മാച്ച് ദ ഫോളോയിങ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് ദെയർ എക്സാമ്പിൾസ്. വീണ്ടും എന്താ തന്നിട്ടുള്ളത്? വീണ്ടും മാഗ്നറ്റ്സ് തന്നെയാണ്. നോക്കിയാൽ ഫെറോ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? നോക്കിയേ, ഫെറോ മാഗ്നറ്റിക് അയോൺ അല്ലേ? ഇത് എ, മാച്ച് എ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് എയും ബിയും ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് തന്നിട്ടുണ്ട്. അടുത്ത നോക്കിയേ, അടുത്ത മാച്ച് ബിയിൽ നോക്കൂ, അയോൺ, അലുമിനിയം, ബിസ്മത്ത് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചു അല്ലേ? അപ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ പറഞ്ഞാൽ എന്തായിരുന്നു? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണ്? അത് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലേ? അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് ആരൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? അയോൺ, കൊബോൾട്ട് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളുടെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് മാച്ച് ചെയ്യുമ്പോൾ എന്താ? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്തിനാണ്? അയോണിലേക്കാണ് അല്ലേ? കറക്റ്റ് തന്നെയാണ്. അടുത്തത് നോക്കൂ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഏതൊക്കെയാണ് പഠിച്ചത്? പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ ആയിട്ട് ഏതൊക്കെയായിരുന്നു? അലുമിനിയം എന്ത് തന്നെയാണ്? ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അതുകൂടാതെ ആരാണ്? പ്ലാറ്റിനം അല്ലേ? പ്ലാറ്റിനവും ആരെന്നെയാണ്? ഈ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ അലുമിനിയം ഏതിൻ്റെ എക്സാമ്പിൾ ആണ്? നമ്മളുടെ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, മാച്ച് ചെയ്തില്ലേ? അടുത്തത് ഏതാ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഏതായിരുന്നു? ബിസ്മത്ത്. ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ആര്? ബിസ്മത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാട്ടറും എന്താണ്? ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിച്ചു വരാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ ബിസ്മത്ത് ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാ? മാച്ച് ചെയ്യുമ്പോൾ വരുന്നത് ഏതാ? 1 തന്നെ, 2 തന്നെ, 3 തന്നെ പോയി അല്ലേ? അപ്പോൾ ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ്, നിങ്ങൾ എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ പോരാ, ഇതിന് എന്താണ്? മാച്ച് ദ ഫോളോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് പോവേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി റിലേറ്റഡ് ആയിട്ട് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് യൂണിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അതിനകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഞാൻ പറഞ്ഞു തന്നു. ഒന്ന് ടെസ്ല അല്ലേ? ടെസ്ല എന്തിൻ്റെ യൂണിറ്റ് ആണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ യൂണിറ്റ് ആണ്. പിന്നെ അതുകൂടാതെ ഏതാണ്? വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലേ? നോക്കിയേ, വെബർ പെർ മീറ്റർ സ്ക്വയർ ഇതിനകത്തുണ്ടോ? ഉണ്ട്. വെബർ പെർ മീറ്റർ സ്ക്വയർ ഏതിൻ്റെ യൂണിറ്റ് ആണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? വെബർ മാത്രമേ തന്നിട്ടുള്ളൂ. വെബർ ആരുടെ യൂണിറ്റാ? ആലോചിച്ച് നോക്കിയേ, വെബർ ആരുടെ യൂണിറ്റ് ആണ്? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് വെബർ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് നമ്മളുടെ വെബർ എന്ന് പറയുന്ന ആള്. ടെസ്ലയും എന്തിന്റെ യൂണിറ്റ് തന്നെയാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിന്റെ. അപ്പോൾ ഒരു യൂണിറ്റ് മാത്രം പഠിച്ചു പോയാൽ പോരാ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എയും കറക്റ്റ് ആണ്, ഓപ്ഷൻ സിയും എന്ത് റിലേറ്റഡ് ആയിട്ട് കറക്റ്റ് ആണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി റിലേറ്റഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? ബോത്ത്
എ ആൻഡ് സി. ഇതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. എയും സിയും എന്തിൻ്റെ യൂണിറ്റ് തന്നെയാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ യൂണിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം കേട്ടോ, ബേസിക് ആയിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5. The term analogous to electric current in magnetic circuit. Term analogous to electric current in magnetic circuit എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ താഴെ തന്നിട്ടുള്ളത് നോക്കിയേ, MMF, റിലക്റ്റൻസ്, ഫ്ലക്സ്, നൺ ഓഫ് ദിസ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിസം, അതായത് മാഗ്നറ്റിക് സർക്യൂട്ട് അതുപോലെ ഇലക്ട്രിക് സർക്യൂട്ട് തമ്മിലുള്ളത്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, വോൾട്ടേജ് ആണെങ്കിൽ EMF അല്ലേ, EMF വോൾട്ടേജിനെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രിക്സ്, അതായത് മാഗ്നറ്റിക് സർക്യൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അതിനെ MMF എന്ന് പറയാറുണ്ട് അല്ലേ. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? റിലക്റ്റൻസുമായിട്ടാണ് അല്ലേ, ഒപ്പോസ് ചെയ്യുന്ന ആള്. അത് തന്നെയാണ് ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഏത് പാരാമീറ്ററാണ് ചോദിച്ചിട്ടുള്ളത്? ഇലക്ട്രിക് കറന്റ്. അതായത് ഇലക്ട്രിക് സർക്യൂട്ടിലെ ഇലക്ട്രിക് കറന്റ് മാഗ്നറ്റിക് സർക്യൂട്ടുമായി എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? MMF പറഞ്ഞാൽ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്. അത് ഇലക്ട്രിക് സർക്യൂട്ടിൽ ഏതാ? EMF ആണ് അല്ലേ. EMF ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. EMF ആയിട്ടാണത് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. EMF ആയിട്ടാണ് കേട്ടോ. പിന്നെ റിലക്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, റെസിസ്റ്റൻസിന്റെ അല്ലേ, റെസിസ്റ്റൻസിന്റെ അനലോജിയസ് ആണ് ആര്? റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏതാ? റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താ? ഫ്ലക്സിന് ആരാ? മാഗ്നറ്റിക് ഫ്ലക്സ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് പോകുന്നത്? നമ്മളുടെ കറന്റ് ആണ്. ഇലക്ട്രിക്കൽ കറന്റുമായിട്ടാണ് ആര് വരുന്നത്? ഫ്ലക്സ്. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇലക്ട്രിക് കറന്റ് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് ഏതാണ്? ഓപ്ഷൻ സി, നമ്മളുടെ ഫ്ലക്സ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതുപോലുള്ള റിലേറ്റഡ്, അതായത് ഇപ്പോൾ റെസിസ്റ്റൻസിന് റിലേറ്റഡ് ആയിട്ട് ഏതാണ്, EMFന് റിലേറ്റഡ് ആയിട്ട് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. അപ്പോൾ നന്നായി പഠിച്ചു പോകാം കേട്ടോ ഈ ഒരു സെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. The SI unit of magnetic permeance is. മാഗ്നറ്റിക് പെർമിയൻസ് കേട്ടിട്ടില്ലേ? നമ്മൾ ടെർമിനോളജീസ് പഠിച്ചിട്ടില്ലേ? ഫ്ലക്സ്, ഫ്ലക്സ് ഇൻറ്റൻസിറ്റി, അങ്ങനെയുള്ള കുറേ ടേംസുകൾ നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? മാഗ്നറ്റിക് പെർമിയൻസിൻ്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് പെർമിയൻസിൻ്റെ യൂണിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയേ, ഏതൊക്കെയാണ് വരുന്നത് ഓപ്ഷൻസിനകത്ത്? വെബർ ആംബിയർ, ആംബിയർ ടേൺസ് ഹെൻറി, വെബർ പെർ മീറ്റർ. ഏതായിരിക്കും വരിക? ഏതാണ് വരുന്നത്? വെബർ ആംബിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെബർ ആംബിയർ ഉണ്ടോ? ഇല്ല അല്ലേ, വെബർ ആംബിയർ ഇല്ല. പിന്നെന്താ? ആംബിയർ ടേൺസ് എന്ന് വരുന്നുണ്ട്. ആംബിയർ ടേൺസ് എന്തിൻ്റെ യൂണിറ്റാ? ആംബിയർ ടേൺസ് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലേ. ആംബിയർ ടേൺസ് എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? MMFൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ആംബിയർ ടേൺസ് എന്ന് പറയുന്നത് അല്ലേ. ആംബിയർ ടേൺസ് എന്തിൻ്റെ യൂണിറ്റ് ആയിരുന്നു? MMFൻ്റെ. ഹെൻറിയോ? ഹെൻറി എന്ന് പറയുന്നതാണ് പെർമിയൻസിൻ്റെ, മാഗ്നറ്റിക് പെർമിയൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഹെൻറി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത്. വെബർ പെർ മീറ്റർ ഉണ്ടോ? വെബർ പെർ മീറ്റർ വരുമോ? വെബർ പെർ മീറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. വെബർ പെർ മീറ്റർ നമുക്ക് കിട്ടുമോ? ഇതിനകത്ത് വരുന്നുണ്ടോ? ഇല്ല, വെബർ പെർ മീറ്റർ വരില്ല. അപ്പോൾ എന്താണ്? മാഗ്നറ്റിക് പെർമിയൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഹെൻറി ആണ് കേട്ടോ. അല്ലെങ്കിൽ വെബർ പെർ ആംബിയർ ടേൺ എന്ന് പറയാം, അതും വരാറുണ്ട് കേട്ടോ. അതായത് വെബർ പെർ ആംബിയർ ടേണും ഇതിൻ്റെ തന്നെയാണ് കേട്ടോ. വെബർ പെർ ആംബിയർ ടേൺ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് തന്നെയാണ്? മാഗ്നറ്റിക് പെർമിയൻസിൻ്റെ യൂണിറ്റ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ, വെബർ പെർ ആംബിയർ ടേൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ഓഫ് ലോ റീറ്റൻറ്റിവിറ്റി ബട്ട് ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽ ആർ കാൾഡ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് അല്ലേ. അപ്പോൾ നോക്കിയേ, എന്താണ് ലോ റീറ്റൻറ്റിവിറ്റിയും അതുപോലെ തന്നെ എന്താണ് ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽ ആയിട്ടുള്ള, അതായത് താഴെ തന്നിട്ടുള്ളത് ഏത് മാഗ്നറ്റ് ആണ്? പെർമനന്റ് മാഗ്നറ്റ്, വീക്ക് മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ്, നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് മാഗ്നറ്റ് ആണ് ലോ റീറ്റൻറ്റിവിറ്റിയും അതുപോലെ തന്നെ എന്താണ് ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയലിലുള്ളത്? നമുക്കറിയാം, നമ്മളുടെ ജനറേറ്ററിലൊക്കെ യൂസ് ചെയ്യും അല്ലേ. ആരാണ്?
ഇലക്ട്രോ മാഗ്നറ്റിസം പഠിച്ചിട്ടില്ലേ? ആരാണത്? ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആണ്. എന്ത്? മാഗ്നറ്റ് വിത്ത് ലോ റീറ്റൻറ്റിവിറ്റി അല്ലേ? ലോ റീറ്റൻറ്റിവിറ്റിയും അതുപോലെ തന്നെ എന്താണ് ഹൈ പെർമിയബിലിറ്റി ഉള്ള മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുത്, അത് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. The diamagnetic material has relative permeability. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ഏതാണ്? ഓക്കെ, ഓപ്ഷൻ എ ലെസ് ദാൻ 1, ഓപ്ഷൻ ബി മോർ ദാൻ 1, ഓപ്ഷൻ സി മോർ ദാൻ 100, ഓപ്ഷൻ ഡി ഈക്വൽ ടു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി പഠിച്ചിട്ടില്ലേ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ചെയ്യണം, നമുക്ക് എപ്പോഴും മിസ്റ്റേക്ക് വരുന്നതാണ്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോകും അല്ലേ? അപ്പം 3 മാഗ്നറ്റിസം ഉണ്ട് നമുക്കറിയാം. ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എന്താ ചോദിച്ചിട്ടുള്ളത്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? µr is റിലേറ്റീവ് പെർമിയബിലിറ്റി ലെസ് ദാൻ 1 എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഡയാമാഗ്നറ്റിക് ആണ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആരായിരിക്കും? µr is ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് ഏതാണ്? ആരാണ്? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത്. അതുപോലെ റിലേറ്റീവ് പെർമിയബിലിറ്റീസ് മോർ ഗ്രേറ്റർ ദാൻ അതായത് 1ൽ കൂടുതൽ. ഇപ്പോൾ അതായത് മോർ ദാൻ 100 എന്ന് പറയാം നമുക്ക്. അതായത് മോർ ദാൻ 100 ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആൾ ആരായിരിക്കും? ആരാ ഉള്ളത്? ഡയുണ്ട്, പാരയുണ്ട്, പിന്നെ ആരാ വരുന്നത്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഏതാണ്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ മറന്നു പോകരുത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ജസ്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചോദിക്കാം? പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ചോദിക്കാം. അല്ലെങ്കിൽ എന്താ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ചോദിക്കാം. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? എന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും റിലേറ്റീവ് പെർമിയബിലിറ്റി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ലെസ് ദാൻ 1 ആണെങ്കിൽ ആരാണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. നോട്ട് ചെയ്യാട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ്. ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് അത്രയും ഇമ്പോർട്ടൻസോടുകൂടി തന്നെ നിങ്ങൾ പഠിച്ചു പോകേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. ദ യൂണിറ്റ് ഓഫ് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ്. MMFൻ്റെ യൂണിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. MMFൻ്റെ യൂണിറ്റ് എന്താ? MMF ഓക്കെ, ഓപ്ഷൻ എ ആംബിയർ, ഓപ്ഷൻ ബി വോൾട്ട്, ഓപ്ഷൻ സി ആംബിയർ ടേൺസ്, ഓപ്ഷൻ ഡി ടെസ്ല. എന്തായിരിക്കും യൂണിറ്റ് ഓഫ് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ്? MMF. വോൾട്ട് അല്ലാന്ന് നമുക്കറിയാം അല്ലേ? വോൾട്ട് എന്തിൻ്റെ യൂണിറ്റാ? വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട്. നോക്കി കഴിഞ്ഞാൽ അടുത്ത ടെസ്ല നമ്മൾ പഠിച്ചു. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണെന്ന് സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ടെസ്ല എന്ന് പറയുന്ന ആള്. ആംബിയർ എന്തിൻ്റെ യൂണിറ്റാ? കറണ്ടിൻ്റെ അല്ലേ? കറണ്ട് ഇൻ ആംബിയർ അല്ലേ? അപ്പോൾ ആംബിയർ അല്ല, വോൾട്ട് അല്ല, ടെസ്ല അല്ല. അപ്പോൾ ഏതാണ് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ആംബിയർ ടേൺസ്. ഓപ്ഷൻ സി ആംബിയർ ടേൺസ് ആണ്. അപ്പോൾ MMF എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലേ? MMFൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുക, അതിൻ്റെ യൂണിറ്റ്സും നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? ആകെ ഡൗട്ട് വരുന്നത് ടെസ്ല ആണോ എന്ന് മാത്രമായിരിക്കും. ബാക്കി രണ്ടിനും നമുക്കറിയാം. ആംബിയർ ആണെങ്കിൽ കറണ്ട് ആണ്, വോൾട്ട് ആണെങ്കിൽ വോൾട്ടേജ് ആണ് അറിയാം. പിന്നെ ഒന്നും പഠിക്കാത്ത ആൾക്ക് എന്താണ് ഒരു ഡൗട്ട് വരിക? ടെസ്ല ഒരു മാഗ്നറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടേം ആണ്. അപ്പോൾ അതാണോ എന്നൊരു ഡൗട്ട് വരും. പക്ഷെ അറിഞ്ഞിരിക്കുക, MMFൻ്റെ യൂണിറ്റ് എന്താ? ആംബിയർ ടേൺസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് അറൗണ്ട്. എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് കേട്ടോ. ഫീൽഡ് എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുക? എവിടെയാണ് നമുക്കൊരു ഫീൽഡ് ഉണ്ടാവുക? നോക്കിയേ, ഓപ്ഷൻ എ അയോൺ, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി അലുമിനിയം, ഓപ്ഷൻ ഡി മൂവിങ് ചാർജസ്. ഏത് സൈഡിലാണ് നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്? ഏതിൻ്റെ ഇടയിലാണ് എക്സിസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? നമ്മളുടെ മൂവിങ് ചാർജസിലാണ് അല്ലേ? മൂവിങ് ചാർജസിൻ്റെ ഇടയിലാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. സസെപ്റ്റബിലിറ്റി ഈസ് പോസിറ്റീവ് ഫോർ. വീണ്ടും എന്താ മാഗ്നറ്റിക് പാരാമീറ്റേഴ്സ് നോക്കിയേ. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിലാണോ പോസിറ്റീവ്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിലാണോ പോസിറ്റീവ്, പിന്നെന്താ ചോദിച്ചിട്ടുള്ള പാരാമാഗ്നറ്റിക് മെറ്റീരിയലിലാണോ പോസിറ്റീവ്, നൺ ഓഫ് ദിസ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതായത് ഇതിൽ നമുക്കൊരു ഡൗട്ട് അടിക്കുന്ന കേസാണ്. അതായത് ഇതിൽ പോസിറ്റീവ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യനിൽ. പോസിറ്റീവ് വരുന്നത് 2 കേസുകളാണ് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇല്ലേ. ക്വസ്റ്റ്യനിൽ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ, സസെപ്റ്റബിലിറ്റി ഈസ് പോസിറ്റീവ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സസെപ്റ്റബിലിറ്റി പോസിറ്റീവ് ഏതിലൊക്കെ വരാം, ഫെറോ മാഗ്നറ്റിലും വരാം, പാരാമാഗ്നറ്റിലും വരാം. ശരിയല്ലേ? അതായത് പോസിറ്റീവ് ആൻഡ് സ്മാൾ, അങ്ങനെ നമുക്ക് നോക്കാം. പോസിറ്റീവും അതായത് സസെപ്റ്റബിലിറ്റി ഈസ് പോസിറ്റീവ് ആൻഡ് സ്മാൾ എന്ന് പറയുന്നത് ഏതായിരുന്നു, അത് നമ്മളുടെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലേ. പോസിറ്റീവ് ആണ്, അതുപോലെ തന്നെ കുറവുമാണ്, സ്മാളും ആണ് സസെപ്റ്റബിലിറ്റി. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കേസ് എടുക്കുമ്പോഴും എന്ത് തന്നെയാണ് വരുന്നത്, അവിടെയും എന്ത് തന്നെയാണ്, പോസിറ്റീവ് ആൻഡ് ലാർജ് ആണ് അല്ലേ. പോസിറ്റീവ് ആൻഡ് എന്താ വരുന്നത്, ലാർജ് ആയിട്ടുള്ളത് ഏതായിരുന്നു, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൽ മാത്രമേ എന്തുള്ളൂ, നെഗറ്റീവ് ആയിട്ട് വരുന്നുള്ളൂ അല്ലേ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൽ നെഗറ്റീവ് ആണ്. ശരിയല്ലേ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിലാണ് നെഗറ്റീവ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്, സസെപ്റ്റബിലിറ്റി ഈസ് പോസിറ്റീവ് ഫോർ. പോസിറ്റീവ് വരുന്നത് എന്തില്ല, 2ലും വരുന്നുണ്ട്. അതായത് ഫെറോ മാഗ്നറ്റിക്കിലും വരുന്നുണ്ട്, പാരാമാഗ്നറ്റിക്കും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ തന്നിട്ടുള്ളത് ആസ് പെർ PSCയുടെ റിലേറ്റഡ് ആയിട്ട് ആൻസർ വന്നിട്ടുള്ളത് നമുക്ക് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് കേട്ടോ. ഏതാണ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, 2ലും എന്ത് തന്നെയാണ്, പോസിറ്റീവ് ആണ്. പക്ഷേ സ്മാൾ ആയിട്ട് വരുന്നത് പാരാമാഗ്നറ്റിലും ഫെറോ മാഗ്നറ്റിക്കിലും ലാർജും ആണെന്ന് നിങ്ങൾ ആ ഒരു കമ്പാരിസൺ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ സസെപ്റ്റബിലിറ്റി ഈസ് പോസിറ്റീവ് ഫോർ PSCയുടെ ആൻസർ പ്രകാരം അത് ഏതിനാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിനാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവില്ലേ, കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് 2നും പോസിറ്റീവ് ആണെന്നുള്ള രീതിയിലാണ്. പക്ഷേ ആൻസർ അനുസരിച്ച് ഏതാണ്, നമുക്ക് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി H ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഫോർമുല. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്, ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, H ഈക്വൽ ടു റിലക്റ്റൻസ് പെർ MMF ആണോ? അടുത്ത നോക്കിയാൽ H ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ്. MMF ബൈ റിലക്റ്റൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. MMF ബൈ റിലക്റ്റൻസ് എന്തിൻ്റെയാ, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ആണ് അല്ലേ. മാഗ്നറ്റിക് ഫ്ലക്സ് ഈക്വൽ ടു എന്നാ MMF ബൈ റിലക്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത നോക്കിയേ H ഈക്വൽ ടു MMF ബൈ ലെങ്ത് ഓഫ് കോയിൽ ഇൻ മീറ്റർ. ആരുടെയാ, അതായത് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി H കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് MMF ബൈ ലെങ്ത് ഓഫ് കോയിൽ ഇൻ മീറ്റർ. MMF ബൈ ലെങ്ത് ഓഫ് കോയിൽ ഇൻ മീറ്റർ എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് MMF ബൈ റിലക്റ്റൻസ് എന്ന് പറയുന്നത്. H ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നറ്റിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് MMF ബൈ റിലക്റ്റൻസ് എന്ന് പറയുന്നത്. എന്താ, മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ, ഫ്ലക്സ്. H അല്ല, മാഗ്നറ്റിക് ഫ്ലക്സ് ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ് ആണ്. അതിൻ്റെ റെസിപ്രോക്കലാണ് മുകളിൽ നോക്കിയാൽ റിലക്റ്റൻസ് ബൈ MMF. മാഗ്നറ്റിൻ്റെ ഫ്ലക്സിൻ്റെ റെസിപ്രോക്കലാണ്. ഡീറ്റെയിൽ അങ്ങനെ അത്രയും ഡെപ്ത് ആയിട്ടൊന്നും പോകണ്ട. ജസ്റ്റ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ H ഈക്വൽ ടു MMF ബൈ ലെങ്ത് ഓഫ് കോയിൽ ഇൻ മീറ്റർ ആണ്. നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. ദ ഇമേജിനറി ലൈൻ ജോയിനിങ് ദ 2 പോൾസ് ഓഫ് മാഗ്നറ്റ് ഈസ് നോൺ as. എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇമേജിനറി ലൈൻ അല്ലേ. നോക്കിയേ, 2 പോൾസ് ഓഫ് മാഗ്നറ്റ് ഈസ് നോൺ as. ഇമേജിനറി ലൈൻ ഓഫ് 2 പോൾസ് ഓഫ് മാഗ്നറ്റിക് ലൈൻസിനെ എന്താണ് പറയുന്നത്, ഇമേജിനറി ലൈൻ. നോക്കിയേ, മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, മാഗ്നറ്റിക് ലൈൻസ്, മാഗ്നറ്റിക് പോൾസ്, മാഗ്നറ്റിക് ആക്സിസ്. എന്താ പറയുന്നത്, നോക്കിയേ, ഇതാണ് 2 പോള് അല്ലേ. ഒരു ബാർ മാഗ്നറ്റ് എടുക്കുന്നു, നോർത്ത് പോള് സൗത്ത് പോള്, അതിൻ്റെ ഇടയിൽ കൂടെ ഇമേജിനറി ലൈൻ ജോയിൻ ചെയ്യുന്നതിനെ എന്താ വിളിക്കുക, മാഗ്നറ്റിക് ആക്സിസ് എന്നാണ്. എന്താണ്, മാഗ്നറ്റിക് ആക്സിസ്. ഇമേജിനറി ലൈൻ
joining the 2 points of magnet is known as എന്താണ് കോൾ ഫോർ ചെയ്യുന്നത്? അതിനെ മാഗ്നറ്റിക് ആക്സിസ് എന്നാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നിങ്ങൾ ടെർമിനോളജീസ് ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ +1 +2 റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അല്ലേ, വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. മാഗ്നറ്റിസം പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. പോൾ, മാഗ്നറ്റിന് 2 പോളുണ്ട്, നോർത്ത് പോൾ സൗത്ത് പോൾ അല്ലേ, അട്രാക്ട് ചെയ്യും റിപ്പൽ ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിസത്തിൽ. അതിൽ ടെർമിനോളജീസ് ആണ് ഇതൊക്കെ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് റിലക്റ്റൻസ് ഈസ്. മാഗ്നറ്റിക് റിലക്റ്റൻസിൻ്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് റിലക്റ്റൻസ് എന്താണ്? മാഗ്നറ്റിക് റിലക്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്നാണ്. ഏതാണ്? ഓക്കെ, വെബർ പെർ ആംബിയർ ടേൺസ്. വെബർ പെർ ആംബിയർ ടേൺസ്. ഓപ്ഷൻ ബി ആംബിയർ ടേൺസ് പെർ വെബർ. തേർഡ് വൺ വെബർ. ഫോർത്ത് വൺ എന്താ? ആംബിയർ ടേൺസ്. അപ്പോൾ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോട് റിലക്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. മാഗ്നറ്റിക് റിലക്റ്റൻസ്. മാഗ്നറ്റിക് റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് റിലക്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? MMF ബൈ എന്തായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. റിലക്റ്റൻസ് ഞാൻ ആർന്ന് കൊടുക്കാം. റിലക്റ്റൻസ് R ഈക്വൽ ടു ഏത് ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ റിലക്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത്? MMF ബൈ ഫ്ലക്സ് ആണ് അല്ലേ. MMF ബൈ ഫ്ലക്സ്. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ റിലക്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ MMFൻ്റെ യൂണിറ്റ് എന്താ? മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. MMFൻ്റെ യൂണിറ്റ് എന്താ? ആംബിയർ ടേൺസ് അല്ലേ. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ഫ്ലക്സ് പറയുന്നത് വെബർ. ഫ്ലക്സ് ഇൻ വെബർ. അപ്പോൾ ആംബിയർ ടേൺസ് പെർ വെബർ ഏതാണ് വരുന്നത്? മാഗ്നറ്റിക് റിലക്റ്റൻസിൻ്റെ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഏതാ? നമ്മൾ കണ്ടു റിലക്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? MMF ബൈ ഫ്ലക്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏതാ ഓപ്ഷൻ? ആംബിയർ ടേൺസ് പെർ വെബർ ഉണ്ടോ? ഉണ്ട് അല്ലേ. ആംബിയർ ടേൺസ് അല്ലേ. വെബർ പെർ ആംബിയർ ടേൺ. നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വെബർ പെർ ആംബിയർ ടേൺ. പിന്നെന്താ? ആംബിയർ ടേൺസ് പെർ വെബർ. അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. വെബർ, ആംബിയർ ടേൺസ് എല്ലാം എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? മാഗ്നറ്റിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പം നോക്കുക ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ആംബിയർ ടേൺസ് പെർ വെബർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഫ്രം ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ വീണ്ടും എന്താ? മാഗ്നറ്റിക് മെറ്റീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കിയേ, പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? എ മാഗ്നറ്റിക് മെറ്റീരിയൽ വിത്ത് സസെപ്റ്റബിലിറ്റി ഈസ് ലോ ആൻഡ് നെഗറ്റീവ്. സസെപ്റ്റബിലിറ്റി ലോയും നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ നോക്കൂ, സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ദേ ടെൻഡ് ടു മൂവ് ഫ്രം high field region to low field region under the influence of non-magnetic field, non-uniform magnetic field. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ഏത് മാഗ്നറ്റിക് മെറ്റീരിയലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണോ? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണോ? ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽ ആണോ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണോ? അതായത് സസെപ്റ്റബിലിറ്റി ലോയും നെഗറ്റീവും നമ്മൾ പഠിച്ചു. സസെപ്റ്റബിലിറ്റി പോസിറ്റീവ് ആയിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ലോയും നെഗറ്റീവ് ആയിട്ടുള്ളത് ഏതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലേ ലോയും നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻസർ ഏതാ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അടുത്ത നോക്കൂ എന്താ പറഞ്ഞത്? ദേ ടെൻഡ് ടു മൂവ് ഫ്രം ഹൈ ഫീൽഡ് റീജിയൻ ടു ലോ ഫീൽഡ് റീജിയൻ അണ്ടർ ദ ഇൻഫ്ലുവൻസിങ് ഓഫ് നോ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും എന്തിൻ്റെ തന്നെയാണ്? എന്തിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്? നമ്മളുടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആയില്ലേ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 16. When a conductor is moved to south direction in a magnetic field which is directed upward, then the direction of current in the conductor will be. എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് എന്ത് റിലേറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നോക്കിയേ. നിങ്ങൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്കൊന്ന് ജസ്റ്റ് എന്താണ് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞത്? പിന്നെ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ടു സൗത്ത് ഡയറക്ഷൻ. ഒരു കണ്ടക്ടർ എങ്ങോട്ടാണ് മൂവ് ചെയ്തിട്ടുള്ളത്? സൗത്ത് ഡയറക്ഷനിലോട്ടാണ്. ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഡയറക്റ്റഡ് അപ്വേർഡ്സ്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് അപ്വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. then the direction of current in the conductor will be. കറണ്ടിൻ്റെ ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തമ്പ് മോഷൻ കണ്ടക്ടർ എങ്ങോട്ടാണ് പോയിട്ടുള്ളത്? നമ്മളുടെ സൗത്ത് ഡയറക്ഷനിലേക്കാണ്. അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്?
ഫോർ ഫിംഗർ ഫീൽഡ് അല്ലേ, അതെങ്ങോട്ട് പോയി? അപ്വേർഡ്സിലോട്ടാണ്. എങ്കിൽ മിഡിൽ ഫിംഗർ കറണ്ട് എങ്ങോട്ടാണ്? ആലോചിച്ചാൽ മതി. അതെങ്ങോട്ടാ പോകുന്നത്? ടുവേർഡ്സ് ഈസ്റ്റിലോട്ടാണ്. ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഏത് രീതിയിലേക്ക് എങ്ങോട്ടാ പോയിട്ടുള്ളത്? ടുവേർഡ്സ് ഈസ്റ്റിലോട്ടാണ് അത് പോകുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. വീണ്ടും എന്ത് തന്നെയാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്? പ്രോപ്പർട്ടീസ് അല്ലേ, പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ്. ആദ്യം എന്താ പറയുന്നത്? സബ്സ്റ്റൻസ് ആർ വീക്ക്ലി മാഗ്നറ്റൈസ് വെൻ പ്ലേസ്ഡ് ഇൻ എ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അടുത്ത സബ്സ്റ്റൻസ് മൂവ് ഫ്രം വീക്ക് ഫീൽഡ് റീജിയൻ ടു സ്ട്രോങ് ഫീൽഡ് റീജിയൻ ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. തേർഡ് വൺ എന്താ? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് അല്ല അല്ലേ, അത് നമുക്ക് അറിയുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതലേ പഠിച്ചിട്ട് വരുന്നതാണ് അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടു നെഗറ്റീവ് ഏതാ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്, മറന്നു പോകരുത് കേട്ടോ. ഇനി എന്താ? റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ 1. റിലേറ്റീവ് പെർമിയബിലിറ്റി ലെസ് ദാൻ 1 എന്ന് പറയുന്നതും എന്ത് തന്നെയാ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ബാക്കിയുള്ളത് ഏതെന്ന് നോക്കിയാൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. സബ്സ്റ്റൻസ് ആർ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് തന്നെയാണ്. എന്ത് റിലേറ്റഡ് ആയിട്ട്? പാരാമാഗ്നറ്റിക് ഫീൽഡ് റിലേറ്റഡ് ആയിട്ട്. അടുത്ത എന്താ? സബ്സ്റ്റൻസ് മൂവ് ഫ്രം വീക്ക് ഫീൽഡ് റീജിയൻ ടു സ്ട്രോങ് ഫീൽഡ് റീജിയൻ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതും എന്തുമായി റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്? പാരാമാഗ്നറ്റിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കറക്റ്റ് ആൻസർ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഇത് രണ്ടുമല്ല. ഇതെന്താ? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി നെഗറ്റീവ് ആയിട്ടുള്ളത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ എന്ന് 1 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? 1ഉം 2ഉം ആണ്. അപ്പോൾ നോക്കിയ ഓപ്ഷൻ എ 1 and 2 ഓൺലി തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് തന്നെയാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ തന്നെയാണ്. ബി 1 ഓൺലി അല്ല. സി എന്താ? 1, 2, 3. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താ? എല്ലാം 1, 2, 3 and 4 അല്ല. ഏത് മാത്രമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. 1 and 2 ഓൺലി ആണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. The MMF in a magnetic circuit is equal to. എന്താ പറഞ്ഞിട്ടുള്ളത്? MMF in a magnetic circuit is equal to. എന്തിന് ഈക്വൽ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എഫക്റ്റീവ് വോൾട്ടേജ് അപ്ലൈഡ് ടു ദ കോർ. ആദ്യം എന്താ തന്നിട്ടുള്ളത്? എഫക്റ്റീവ് വോൾട്ടേജ് അപ്ലൈഡ് ടു ദ കോർ. സെക്കൻഡ് വൺ എഫക്റ്റീവ് കറന്റ് ഫ്ലോ ടു ദ കോർ. തേർഡ് വൺ ഫ്ലക്സ് ഇൻ ദ കോർ. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. എന്താ വരുന്നത്? ഒരു MMF ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു എന്താണ് പറയുന്നത്? എഫക്റ്റീവ് കറന്റ് ഫ്ലോ ഇൻ ദ കോർ ആണ്. എന്താണ്? എഫക്റ്റീവ് കറന്റ് ഫ്ലോ ഇൻ ദ കോർ ആണ് എന്ത് പറയുന്നത്? MMF ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. വാട്ട് കൈൻഡ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് വാട്ടർ? നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾസ് പഠിക്കാൻ പറഞ്ഞു അല്ലേ. പാര, ഫെറ, ഡയോഡിനെയൊക്കെ എന്ത് എക്സാമ്പിൾസ് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വാട്ടർ എന്ന് പറയുന്നത് ഏത് കൈൻഡ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്? വാട്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഫെറോ മാഗ്നറ്റിക്, നോൺ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്. വാട്ടർ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഫെറോ മാഗ്നറ്റ് ആണോ? ഫെറോ എന്ന് പറഞ്ഞാൽ അയേൺ, നിക്കൽ, കൊബോൾട്ട് പോലെയുള്ളതൊക്കെയാണ് എന്ത് ഫെറോ എന്ന് പറയുന്നത്. നോൺ മാഗ്നറ്റ് അല്ല. പാരാമാഗ്നറ്റ് എന്ന് പറയുമ്പോഴോ അലുമിനിയം, പ്ലാറ്റിനം പോലുള്ളതൊക്കെയാണ് പാരാമാഗ്നറ്റിൽ വരുന്നത്. എന്നാൽ ഡയാമാഗ്നറ്റ് പറയുന്നത് ബിസ്മത്ത്, വാട്ടർ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് വാട്ടർ? വാട്ടർ എന്ന് പറയുന്നത് ഏത് കൈൻഡ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുക അതേതാണ്? നമ്മളുടെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. മറക്കരുത് കേട്ടോ. ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയണം, പല രീതിയിലും. അതായത് നമ്മൾ കണ്ടു മാച്ച് ദ ഫോളോയിങ് റിലേറ്റഡ് ആയിട്ട് കണ്ടു ഈ ക്വസ്റ്റ്യൻ. അതുപോലെ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എന്ന രീതിയിലൊക്കെ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. In what direction internally the magnetic lines of force travel in a bar magnet? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബാർ മാഗ്നറ്റിനകത്ത്
ആ ബാർ മാഗ്നറ്റിനകത്ത് എങ്ങനെയാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ഞാൻ കണ്ടു, ഇതാണ് നമ്മളുടെ ബാർ മാഗ്നറ്റായി കൺസിഡർ ചെയ്യുക അല്ലേ. ഒരു നോർത്ത് പോൾ ഉണ്ട്, അതുപോലെ ഒരു സൗത്ത് പോൾ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണ്, ഇന്റേണലി പോകാറുണ്ട്. അതുപോലെ തന്നെ എന്താ, എക്സ്റ്റേണലി പുറത്തുകൂടെയും എന്താണ് ഇതിങ്ങനെ വരാറുണ്ട് അല്ലേ. ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യാറുണ്ട്, പുറത്തുകൂടെയും പോവാറുണ്ട്. അതുപോലെ എന്താ, ഇന്റേണലി, രണ്ട് രീതിയിലും അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഡയറക്ഷൻ ഇന്റേണലി ഇൻ ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ഇൻ ബാർ മാഗ്നറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്റേണലി എങ്ങനെയായിരിക്കും, ഇന്റേണലി എങ്ങനെയാണ്, ഇൻസൈഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്റേണലി എന്ന് പറയുമ്പോൾ ഏത് രീതിയിലായിരിക്കും അത് വരിക, ഇന്റേണലി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക, സൗത്ത് നിന്ന് നോർത്തിലോട്ട് കേട്ടോ, സൗത്ത് നിന്ന് നോർത്തിലോട്ടാണ് ഇന്റേണലി എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും ഡയറക്ഷൻ ഇന്റേണലി, ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇന്റേണലി സൗത്ത് ടു നോർത്താണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. എന്നാൽ എക്സ്റ്റേണലി എങ്ങനെയാണ്, പുറത്തു കൂടെ ഏത് രീതിയിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ടു, ഇങ്ങനെയായിരിക്കും കേട്ടോ, നോർത്ത് ടു സൗത്ത് ആണ് ചോദിക്കാറുണ്ട് കേട്ടോ. വളരെ ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, ഇന്റേണലി ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ഇൻ എ ബാർ മാഗ്നറ്റ് എന്നാണ് ചോദിച്ചത്. ഇന്റേണലി ആവുമ്പോൾ എന്താണ്, ഇത് സൗത്ത് ടു നോർത്ത്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എക്സ്റ്റേണലി ആണ് ചോദിക്കുന്നതെങ്കിൽ പുറത്തുകൂടെ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ടു സൗത്ത് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എ ബാർ മാഗ്നറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു 2 pieces? എന്ത് സംഭവിക്കും, നമ്മുടെ കയ്യിൽ ഒരു മാഗ്നറ്റ് ഉണ്ട് അല്ലേ, ഈ മാഗ്നറ്റിനെ ഞാൻ എന്ത് ചെയ്യുക, ബ്രോക്ക് ചെയ്യുകയാണെങ്കിൽ, രണ്ടായി മുറിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതൊരു പുതിയ മാഗ്നറ്റായി മാറും അല്ലേ. അതിന് തനിയെ എന്തുണ്ടാവും, നോർത്ത് പോൾ, അതുപോലെ തന്നെ എന്തുണ്ടാവും, സൗത്ത് പോൾ, പുതിയ മാഗ്നറ്റായിട്ട് അത് മാറുന്നതാണ്. അപ്പോൾ നോക്കിയേ, എന്താ ഓപ്ഷൻ തന്നില്ല, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വിൽ ബി ഡിസ്ട്രോയിഡ് എന്നാണ് പറയുന്നത് ഒരു കേസ്. അടുത്ത കേസ് എന്താണ്, ഈച്ച് പീസസ് വിൽ ബിക്കെയിം എ സെപ്പറേറ്റ് മാഗ്നറ്റ്. ഓപ്ഷൻ സി, 1 pieces വിൽ ഹാവ് ഓൺലി നോർത്ത് പോൾ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്? ഒരു ബാർ മാഗ്നറ്റ് എടുത്ത് അതിനെ നമ്മളൊന്ന് മുറിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് സെപ്പറേറ്റ് അല്ലേ, ഈച്ച് പീസസ് വിൽ ബിക്കെയിം എ സെപ്പറേറ്റ് മാഗ്നറ്റായി മാറും. ഓപ്ഷൻ ബി ആണ് കേട്ടോ അതിലെ കറക്റ്റ് ആൻസർ. എന്നാണത്, സെപ്പറേറ്റ് മാഗ്നറ്റായി, അതിൽ നിന്നാണ് സെപ്പറേറ്റ് ആയിട്ട് നോർത്ത് പോളും അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് സൗത്ത് പോളും ഉണ്ടാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. What is the expansion form MMF as regarding of electromagnetism? MMFിൻ്റെ എക്സ്പാൻഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. MMFിൻ്റെ എക്സ്പാൻഷൻ എന്താണ് നോക്കിയേ. ഓപ്ഷൻ എ, മാഗ്നെറ്റോ മോട്ടോ ഫോഴ്സ്. ഓപ്ഷൻ ബി, മാഗ്നറ്റിക് മോട്ടോ ഫോഴ്സ്. ഓപ്ഷൻ സി, മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ്. ഓപ്ഷൻ ഡി, മാഗ്നറ്റിക് മോട്ടോർ ഫോഴ്സ്. അപ്പോൾ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. എല്ലാം എന്താണ്, സെയിം, ഒരു ചെറിയ വേർഡ്സുകളാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ നോക്കിയേ, എക്സ്പാൻഷൻ ഓഫ് MMFിൻ്റെ എക്സ്പാൻഷൻ എന്താ പഠിച്ചിട്ടുള്ളത് നമ്മൾ? എക്സ്പാൻഷൻ എന്തായിരുന്നു MMFിൻ്റെ? മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ് അല്ലേ. മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ് MMFിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. മറന്നു പോകരുത് കേട്ടോ. 2-3 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോട്ട് ചെയ്യുക, നമ്മൾ സ്പെല്ലിങ് നോട്ട് ചെയ്യുക. അതായത് ചെറിയ ഡിഫറൻസേ ഉള്ളൂ അല്ലേ. എല്ലാത്തിലും മോട്ടീവ് മോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താ, അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. പെട്ടെന്ന് എന്ത് ചെയ്യരുത്, മാർക്ക് ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. The property of magnet which opposes magnetic flux through is called. മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നത്, നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത് ആരാണ്? റെസിസ്റ്റൻസ് ആണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഈ മാഗ്നറ്റിക് സർക്യൂട്ടിലെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? കറൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നത് ആരാണ്? മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നത് ആരാണ്? റിലക്റ്റൻസ് അല്ലേ. നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾ റെസിസ്റ്റൻസ് പഠിച്ചു. മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടിൽ ആരാണ്? അത് റിലക്റ്റൻസ് ആണ്. നോക്കിയേ, ഓപ്ഷൻ എ, പെർമിയബിലിറ്റി. ഓപ്ഷൻ ബി, റെസിഡ്യുവൽ മാഗ്നറ്റിസം. ഓപ്ഷൻ സി, റിയാക്റ്റൻസ്. ഓപ്ഷൻ ഡി, റിലക്റ്റൻസ്. അപ്പോൾ ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? റിലക്റ്റൻസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അതായത് കറണ്ടിലെ അല്ലേ, കറണ്ടിന് ഇവിടെ എന്തായിരുന്നു, നമ്മൾ അനലോജിയസ്, മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക്കൽ സർക്യൂട്ടും തമ്മിലുള്ള അനലോജിയസ് നോക്കിയതാണ്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ കറണ്ട് ഇവിടെ ആരായിരുന്നു? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് അല്ലേ. അപ്പോൾ ഫ്ലക്സിന് ഒപ്പോസ് ചെയ്യുന്നത് ആരാ? നമ്മളുടെ റിലക്റ്റൻസ് ആണ്.
അല്ലേ? അത് നോട്ട് ചെയ്യുക കേട്ടോ. റിലക്റ്റൻസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ്, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ഏതാ? മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആരാണ്? ആംബിയർ ടേൺസ്, കൊളൂം, ഹെൻറി, വെബർ. ആരാണ് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്? മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? നമ്മളുടെ ഹെൻറി ആണോ ഫ്ലക്സിൻ്റെ യൂണിറ്റ്? അല്ല. ആംബിയർ ടേൺസ് അല്ല. കൊളൂം അല്ല. ആരാണ് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? അത് വെബർ ആണ്, അല്ലേ? വെബർ ആണ് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ എല്ലാത്തിൻ്റെ യൂണിറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 25. ദ മാഗ്നറ്റിക് പ്രഷർ ദാറ്റ് ഡ്രൈവ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ മാഗ്നറ്റിക് സർക്യൂട്ട്. എന്താണ്? നോക്കിയേ, മാഗ്നറ്റിക് പ്രഷർ. ക്വസ്റ്റ്യൻ നന്നായി റീഡ് ചെയ്യുക. എന്താണ്? മാഗ്നറ്റിക് പ്രഷർ ദാറ്റ് ഡ്രൈവ്സ് എന്താ ചെയ്തിട്ടുള്ളത്? മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഫ്ലക്സ് ഡെൻസിറ്റി, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ്, മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. ഏതാ വരിക? ഇത് മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ് കേട്ടോ. മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ് അല്ല, മാഗ്നെറ്റോ. MMF അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. MMF ആണ് കേട്ടോ. ഇത് തന്നെയാണ് നിങ്ങളുടെ കറക്റ്റ് ആൻസറും. അതായത് മാഗ്നറ്റിക് പ്രഷർ ദാറ്റ് ഡ്രൈവ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ്. MMF ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു. ടെർമിനോളജീസ്, അതിൻ്റെ യൂണിറ്റ്സുകൾ, അല്ലെ, മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ടുള്ള ടേംസുകളൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്ത് പോയത്. അതായത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം. MMF എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, അതിൻ്റെയൊക്കെ യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൻ്റെ ഫോർമുലാസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതുപോലെ ഓരോ മാഗ്നറ്റിസത്തിൻ്റെയും പ്രോപ്പർട്ടി, അതായത് പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് പോലുള്ള മാഗ്നറ്റിസത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിച്ച് പോകേണ്ടതാണ്. ഇതിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും നന്നായി പഠിച്ചു പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും CC ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നതാണ്. താങ്ക് യു.